നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ പ്രവേശന ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി വളരെ വർഷക്കാലമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ അതിന് 6 രൂപ 78 പൈസ വരെയാണ് 5ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് 10 രൂപ 15 പൈസയാണ് ഒരു കുട്ടിക്ക് സർക്കാർ കൊടുക്കുന്നത്. അതിൽ 60% കേന്ദ്ര സർക്കാരിന്റെയും ബാക്കി 40% സംസ്ഥാന സർക്കാരിന്റെയാണ്. അത്തരത്തിലാണ് അതേപോലെ തന്നെയാണ് ഏതാണ്ട് 500 കുട്ടികളുള്ള സ്കൂളുകളിൽ ഈ പാചകം ചെയ്തു കൊടുക്കണമെങ്കിൽ ഒറ്റയാള് മാത്രമേ ഉള്ളൂ. ഈ 500 കുട്ടികൾക്ക് മേളിലുണ്ടെങ്കിൽ മാത്രമേ ഒരാളെയും കൂടെ വെക്കാൻ പറ്റൂ, രണ്ടുപേരും. ഇപ്പോൾ അത് ഇത്രയും 100-ലധികം 450 കുട്ടികളായാലും 499 കുട്ടികളായാലും ഇവർക്ക് ഇത്രയും പേർക്ക് പാചകം ചെയ്യേണ്ടത് ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അവർക്ക് കൊടുക്കുന്നത് തുച്ഛമായ ശമ്പളമാണ്. എന്തായാലും എന്റെ കൂടെ ഒപ്പം വർഷക്കാലങ്ങൾ ഏതാണ്ട് 48 വർഷത്തോളം ഒരു സ്കൂളിൽ പാചകം ചെയ്തു കൊടുത്തിരുന്ന മണിയണ്ണാണ് എന്റെ കൂടെ ഒപ്പം ഉള്ളത്. ഏതാണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ആ സ്കൂളിൽ നിന്നും റിട്ടയർഡ് ആയിരിക്കുന്നത്. അതുവരെ അദ്ദേഹം അവിടെ അവിടെ പാചകം ചെയ്യുന്നതാണ്. ഇപ്പോഴും വൈകുന്നേരത്തും കാലത്തും ഒക്കെ ആ സ്കൂളുമായിട്ട് അദ്ദേഹത്തിന് ഇടപഴകാത്ത ബന്ധമാണ്. ഇപ്പോഴും എന്നും സ്കൂളിൽ ചെന്ന് ചെടികൾ നനയ്ക്കാനും അവിടുത്തെ സാറുമാരെ കാണാനും അതേപോലെ വൈകുന്നേരം 3 മണിക്ക് എല്ലാവരും പിരിയുമ്പോഴും ഒക്കെ ചെല്ലുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മണിയണ്ണൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് തിരക്കാം. എത്ര വർഷമായി ഇപ്പൊ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി? ഞാൻ 48 വർഷമായി. 48 വർഷത്തിൽ കൂടുതലായി. പക്ഷെ പാചകം ചെയ്യാൻ തുടങ്ങി 48 വർഷമായി. ഞാൻ കയറിയതിന് ശേഷം ഇപ്പൊ 7ാമത്തെ HM അവിടെ. ഹെഡ് മാസ്റ്റർ ഇപ്പൊ 7ാമത്തെ ആളാണ്. 7ാമത്തെ ആളാ. പിന്നെ മാനേജ് 4ാമത്തെ മാനേജർ. അപ്പൊ അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന 15 രൂപയായിരുന്നു. അന്ന് ഉപ്പുമാവായിരുന്നു. ഒരു ദിവസത്തെ ശമ്പളം 15 രൂപ. 15 രൂപ. ഉച്ചയ്ക്ക് ഉപ്പുമാവ് വെച്ച് കൊടുത്താൽ മതി. ഉപ്പുമാവ് വെച്ച് കൊടുത്താൽ പിന്നെ എനിക്ക് വീടൊക്കെ പറയായിരുന്നു. അങ്ങനെ പോവും. അതിന് ശേഷം ഉച്ചക്കഞ്ഞി ആയപ്പോഴത്തേക്ക് കഞ്ഞിയും പയറുമായി. കഞ്ഞിയും പയറും ആയപ്പോഴത്തേക്ക് എനിക്ക് 15 രൂപയാക്കി. അന്നത്തെ ശമ്പളം ദിവസം 15 രൂപ. അതിനുശേഷം പിന്നെ 20ആയി 30ആയി. ഇപ്പം കൂടിയ ശമ്പളം വരാതിരിക്കാൻ എനിക്ക് പറ്റിയതുമില്ല. എനിക്ക് വയസ്സാവറായി. അവൻ പിന്നെ എന്റെ മരുമക്കളും കൂടെ വന്ന് അപ്പൊ പാചകം ചെയ്യുന്ന സമയത്ത് വീട്ടില് മരുമക്കളൊക്കെ വന്ന് കുറച്ച് സഹായങ്ങൾ ചെയ്തു തരും. അപ്പൊ അവർക്ക് അതിന് ചുമ്മാ അവർ ചെയ്യത്തില്ല. അവർക്ക് എന്തെങ്കിലും കൊടുത്തല്ലേ ഒക്കത്തുള്ള. അപ്പൊ അത് എന്റെ ശമ്പളം ചെയ്യുന്നിടത്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് ഇതുവരെ. അന്ന് ഇപ്പൊ ഈ ലാസ്റ്റ് പിരിയാൻ നേരത്ത് എത്ര രൂപയായിരുന്നു ശമ്പളം? 600 രൂപയായിരുന്നു. 600 രൂപയാണ്. ഇപ്പൊ പുതിയ സർക്കാർ കയറിയിട്ട് ഏതാണ്ട് ഇപ്പൊ 50 രൂപ വീതം കൂട്ടിയല്ലേ? കൂട്ടി. അത് തന്നില്ല. അത് മേടിക്കാൻ പറ്റുന്നതിന് മുമ്പ് സർക്കാർ കയറിയിട്ട് ഇപ്പൊ 2 മാസം 1 മാസം ആവുന്നില്ലേ? അതിനുമ്പേ ഞാൻ പിരിഞ്ഞല്ലോ. ഇനിയിപ്പോ അങ്ങോട്ട് പാചകത്തിന് അങ്ങോട്ട് ചെല്ലാനും നോക്കത്തില്ല. അന്ന് ഈ ചോളം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ. ഇപ്പൊ അന്ന് ഉച്ചയ്ക്ക് നേരത്തേക്ക് ചോളമല്ലേ ഉള്ളൂ. ഇപ്പൊ ചോറും കറിയും ആണല്ലോ. ഈ കുട്ടികളും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഇത് പാചകം ചെയ്യുമ്പോൾ ഉള്ള അനുഭവങ്ങൾ? കുട്ടികളുമായിട്ട് എപ്പോഴും വലിയ കാര്യം. എന്നെ എല്ലാ പിള്ളേരും എന്നെ കണ്ടാൽ മണിയമാനം വിളിച്ചും കൊണ്ട് ഓടി വരും. ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാത്ത പിള്ളേരുണ്ട് ഒരുപാട്. എന്നുവെച്ചാൽ എനിക്ക് വയസ്സായല്ലേ. അപ്പം പിന്നെ ഈ സ്കൂളിൽ പഠിച്ചവർ ഡോക്ടർ, എഞ്ചിനീയർ, അതായത് ഉയർന്ന പദവികളിൽ പോയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടുന്ന് പോയവര് അണ്ണനെ കാണാനോ അങ്ങനെ വരുന്നവരോ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നവരുണ്ടോ? അങ്ങനെ ആയിട്ട് അത്രയും വലിയ 4ാം ക്ലാസ് വരെയല്ലേ ഉള്ളു. അപ്പം പിന്നെ അത്ര വലിയ ഇതായിട്ടൊന്നും നമ്മൾ ഈ പരിസരവാസികൾക്ക് മാത്രമല്ലല്ലോ. ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് ദൂരെ പോയാലും ഇപ്പം ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അന്ന് ഉപ്പുമാവ് എന്ന് വെച്ചാൽ ഈ ചോളങ്ങളിൽ കൊടുക്കുമ്പോഴും അത് കഴിക്കാതെ തന്നെ വീട്ടുകളിൽ കൊണ്ടുപോയി കുടുംബമായിട്ട് കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാവരും പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഉണ്ടായിരുന്നു. അന്ന് പിള്ളേര് ചോളം ഞാൻ വേവിച്ചു കൊടുക്കും. എല്ലാ പിള്ളേർക്കും എന്നുള്ള വലിയ കാര്യമാണ്. ഇപ്പോഴും പണ്ട് പഠിച്ച പിള്ളേരെല്ലാം ഇപ്പൊ എന്നെ കാണുമ്പോൾ വിളിച്ചോണ്ട് ഓടി വരും. അങ്ങനെ ഒരു കൊച്ച് റീസെന്റ് നിന്ന സമയത്ത് അതിന് തുണിക്കടയിൽ എങ്ങോട്ടാ ജോലി അവിടെ പഠിച്ച വെച്ചാ എനിക്ക് 100 രൂപ എടുത്ത് തന്നു. ചാപ്പ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട മോളെ. അല്ല എനിക്ക് സ്നേഹത്തിൽ തന്നെ അങ്ങനെ തന്ന പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ പല പിള്ളേരും എനിക്ക് പൈസ തന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങോട്ട് പറയാമെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ എനിക്കവര് അവരെല്ലാം കുട്ടികളായിരുന്നല്ലോ. അവര് മുതിർന്നപ്പോൾ അവരെ രൂപവും ഭാവങ്ങളും ഒക്കെ മാറുമല്ലോ. അന്ന് മുതിർന്നിട്ട ജോലി ചെയ്യുന്നതുകൊണ്ട് അണ്ണന്റെ രൂപവും ഭാവങ്ങളൊന്നും മാറിയിട്ടില്ല. പ്രായാതീത്യം കൊണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാ പിള്ളേർക്കും എന്നെ കാണുമ്പോ അറിയാം. പക്ഷെ എനിക്കവരെ കണ്ടാ അറിയാനൊക്കത്തില്ല. അതേപോലെ തന്നെ ഈ മുൻകാലങ്ങളിൽ ഇപ്പോഴും ഒക്കെ ഈ സർക്കാരിന്റെ ഈ ടീച്ചർമാര്, ഹെഡ് മാസ്റ്റർ എല്ലാം കൂടെ പൈസകൾ സ്വരൂപിച്ച് ഈ ഭക്ഷണം മുടങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല.
അങ്ങനെയൊക്കെ പക്ഷെ അവിടെ ഭക്ഷണം മുടങ്ങാൻ വന്നിട്ടില്ല. സാറും ഇതുവരെ മുടങ്ങിയിട്ടുമില്ല. അത് സാറന്മാര് തന്നെ HM-ന്റെ കയ്യിൽ നിന്നായിരിക്കും. അത് നമുക്കറിയാൻ വയ്യ. അങ്ങനെ എല്ലാ സാധനങ്ങളും അവര് ഒരു ദിവസം ഭക്ഷണം മുടങ്ങാറില്ല. ഇല്ല, മുടങ്ങാറില്ല. ഇതുണ്ടായതിനു ശേഷം നമ്മൾ കള്ളം അതെ അതെ അതെ. വേറെ എന്തെങ്കിലും നല്ല അനുഭവങ്ങളുണ്ടോ സ്കൂളിൽ ഈ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ? നല്ല അപകടങ്ങളോ ആപത്തുകളോ? എനിക്ക് സുഖമില്ല വരുമ്പോഴത്തേക്ക് സാറ് വരും. മാസ്റ്ററും സാറന്മാരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അവധി അണ്ണന് പോകാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെ അവിടെ പാചകം പോകാൻ ചെയ്യും? പറ്റാതെ ഇല്ല. ഒറ്റ ദിവസം പോലും പോകാൻ പറ്റാതെ ഇരുന്നിട്ടില്ല. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഒരു ദിവസം പോലും അവധി എടുത്ത് കിടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അണ്ണൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ദൈവാനുഗ്രഹമാണ്. ഞാൻ ഇപ്പം 86 വയസ്സായി. 86 വയസ്സായിട്ട് അങ്ങനെ സ്കൂളിൽ ജോലി ചെയ്തിട്ട് ഒരു ദിവസം എൻ്റെ ചേട്ടൻ മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ കാരണം എന്താണെന്ന് അറിയാം. ഒരാളല്ലേ ഉള്ളു. ആ പാത്രം കഴുകണം. പിന്നെ എല്ലാം വെച്ചിട്ടല്ലേ പിള്ളേർ ചകഞ്ഞു കൊടുത്തെങ്കിലേ വരാനൊക്കും. അങ്ങനെ സ്കൂളിലൊരു സാറ് പറഞ്ഞ് മണിയെണ്ണം വയ്ക്കോ, എൻ്റെ ചേട്ടൻ 12 മണിക്ക് അടക്കണം, മണിയെണ്ണം വയ്ക്കോ, ഞാൻ പാത്രം കഴുകി വെക്കാം. നമ്മൾ ഗിരീഷ് സാറ്. അന്ന് സാറന്മാരുടെ സഹായത്തിലൂടെയാണ് ആ മരണത്തിൽ പങ്കെടുക്കാൻ പറ്റിയത്, കാണാൻ പറ്റിയത്. അല്ലാതെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ലീവ് എടുക്കാൻ പിന്നെ എന്റെ മരുമക്കളൊന്നും സഹായിക്കും. അപ്പൊ ഒരു പക്ഷേ അവിടെ പോവുകയാണെങ്കിൽ അവരാരെങ്കിലും വന്ന് നോക്കും. ഒരാളല്ലേ ഉള്ളു. പിന്നെ അവരെന്നെ സഹായിക്കും. എത്ര മക്കളുണ്ട് അണ്ണന്? എനിക്ക് ഒന്ന് വിജയൻ, ഒന്ന് രായൻ. 2 ആൺമക്കളാണ്. 2 ആൺമക്കൾ, ഒന്ന് ബിന്ദു. അവരൊക്കെ ഉയർന്ന നിലയിലെത്തി വിവാഹം കഴിച്ചു സന്തോഷകരമായിട്ടൊക്കെ ജീവിക്കും. അവരൊക്കെ ഒരാൾ കൂട്ടിക്കിടന്നാണെങ്കിൽ വിജയനൊക്കെ ഇവിടെ അല്ല പറഞ്ഞോ. അല്ല എന്റെ അറിവിലേക്കല്ല, മറ്റുള്ളവരുടെ അറിവിലേക്ക്. വിജയൻ അവര് വിവാഹം കഴിച്ച് വേറെ താമസിക്കുന്നത്. ഇളയ മന്റെ കൂടെയാണ് ഞാൻ ഇപ്പം താമസിക്കുന്നത്. കൊച്ചു മക്കളൊക്കെ എങ്ങനെ വളരെ സ്നേഹവും ഒക്കെ ഭയങ്കര കാര്യമായിട്ടാ കാണോ? പഴയ ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും എന്നോട് വലിയ കാര്യമാണ്. ഇതുവരെ എന്നെ ചീപ്പൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോഴിപ്പോ ഞാൻ വീട്ടിൽ തന്നെ 2 കൊല്ലമായി ഞാൻ പിരിഞ്ഞിട്ട്. ഇപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലും ചോദിക്കും, തരും. ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പമില്ല. എപ്പോഴും തന്നെ സൈക്കിളും ചവിട്ടിയല്ലേ പോകുന്നത്? എപ്പോഴും സൈക്കിൾ ചവിട്ടിയാ പോകുന്നത്. അപൂർവം ചിലരാണ് ഇപ്പൊ സൈക്കിൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ മുതിർന്നവരിൽ ഒരാളെ കൂടിയാണ്. ഇപ്പോഴും സൈക്കിൾ ഇരിക്കുന്നത്. അതെ അതെ. എന്താണ് പേര്? രാജി. രാജി. ഇവിടെ ഈ സ്കൂളിൽ ഇപ്പൊ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു? 2ാമത്തെ വർഷം. 2ാമത്തെ വർഷമാണ്. എത്ര കുട്ടികളുണ്ട് ഇവിടെ പഠിക്കാൻ? ഇവിടെ 150-ലധികം കുട്ടികളുണ്ട്. അപ്പൊ നമ്മുടെ ഈ പാചകത്തിനൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ? ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ വലിയ പാത്രങ്ങളൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നത്? കുഴപ്പമില്ല. സഹായത്തിന് ആരെങ്കിലും ഒക്കെ വരുമോ? അത്യാവശ്യമൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒക്കെ ചെയ്യും. എങ്ങനെ കുട്ടികളൊക്കെ വന്ന് കാണാറുണ്ടോ? ഈ നല്ല ഭക്ഷണം, ഇന്നിപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇന്നത്തെ കറി കൊള്ളായിരുന്നൊക്കെ ഒന്ന് പറയും. ചോദിക്കാറുണ്ടോ അവരുടെ അടുത്തൊക്കെ? നല്ല കറിയാണോ? ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ട്, പറയുകയൊക്കെ ചെയ്യും. ചോറിന് അങ്ങനെ വേവ് കൂടി പോയി വീട്ടിൽ നമ്മ തരുന്ന കണക്കുള്ള ചോറാന്ന് അങ്ങനൊക്കെ പറയും. ഇതുവരെ അങ്ങനെ പരാതിയോ കാര്യങ്ങളോ? പരാതിയല്ല, സന്തോഷം കൊണ്ട് എന്തെങ്കിലും ഒക്കെ പറയും. അവര് ഇന്റർവെല്ലൊക്കെ വന്നിങ്ങനെ നോക്കും ഇവിടെ ചോറൊക്കെ ആയോന്ന്. ചോദിക്കും. ഈ കുട്ടികൾ കാലത്തെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നവരായിരിക്കും, അതോ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളുണ്ടോ? വിശക്കുന്നൊക്കെ പറയൂ? അങ്ങനെ അറിയാൻ വയ്യ. എന്നാലും കുട്ടികള് സന്തോഷവാരാണോ? ചില പിള്ളേർക്ക് ആഹാരം വേണമെന്ന് പറയുമ്പോ ടീച്ചർമാരിഞ്ഞ് കൊണ്ടുവരും. നേരത്തെ പറയുമ്പോ ടീച്ചർമാര് കൊണ്ടുവരും. ഇവിടെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളല്ലേ പഠിക്കുന്നത്. ഇപ്പം എങ്ങനെ ഈ ഗ്യാസിനൊക്കെ ഇപ്പൊ വില കൂടി, അങ്ങനെ അതിനെ കുറിച്ചൊക്കെ ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല, ഇവിടെ അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ടീച്ചർമാരുടെ സഹായങ്ങളൊക്കെ ഇല്ലയോ? ടീച്ചർമാരുണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്നത് നോക്കി സമയത്തിന് കിട്ടാറുണ്ടോ? അങ്ങനൊക്കെ അറിയാം. എല്ലാം ഹെഡ് മിസ്റ്റേഴ്സ് എല്ലാം നോക്കിക്കോളും. ഇവിടെ വരുമ്പോ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം പാചകം നല്ലൊരു അനുഭവമായിട്ട്. ഇപ്പൊ ഗ്യാസ് മറ്റേ വിറകടുപ്പല്ലല്ലോ, ഗ്യാസ്. അപ്പൊ ടീച്ചർമാര് ഉച്ച എത്ര മണിക്ക് വരും കാലത്ത്? ഞാനോ 9 മണിയൊക്കെ 9 മണിക്ക്. എത്ര മണിക്കോ? 12 മണിക്കോ? 12:30 ചോറ് കൊടുക്കണം. 12:30. അതിനു മുമ്പ് എല്ലാം റെഡിയാവും. കറിയൊക്കെ ഒറ്റയ്ക്ക് എല്ലാം ഇത്ര കുട്ടികൾക്കുള്ള അരിയും ഒക്കെ ചെയ്യും. അടുത്ത് തന്നെയാണോ വീടൊക്കെ? ശരി. നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ? എന്റെ മോള് +2, മോൻ 10. ഇവിടെ പഠിച്ചവരൊക്കെ. അവരൊക്കെ ഇവിടെ പഠിച്ചോ? ഞാനും ഇവിടെ പഠിച്ചതാ. അത് ശരി. അപ്പൊ കുട്ടികളുടെ നല്ലൊരു സഹകരണമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല.
അപ്പോ ഇത് വളരെ വർഷക്കാലം 48 വർഷം കാലം ഒരു സ്കൂളില് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത ഒരു മുതിർന്ന ഒരു ചേട്ടനാണ് എന്നോടൊപ്പം. അതേപോലെ തന്നാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട്, സർക്കാരുണ്ട്. ഉച്ചഭക്ഷണം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഉച്ചഭക്ഷണം എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. കാര്യം നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആ മാതാപിതാക്കൾക്ക് മാത്രമാണ് വിഷമം ഉണ്ടാകുന്നത്. ഇത് 100 കണക്കിന് 125-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുമാത്രം വിഷമങ്ങളുണ്ടാകും. ഈ കുട്ടികൾക്ക് ഈ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലേലും ആ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ മുടങ്ങാതെ കൊടുക്കുന്ന അവിടുത്തെ ഹെഡ് മിസ്സസിന്റെ ഒറ്റ ഉത്തരവാദിത്വത്തിലാണ്. അവരുടെ ആ ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുന്നവരുടെ ഉത്തരവാദിത്വത്തിൽ മറ്റുള്ള ടീച്ചേഴ്സിന്റെ കളക്ട് ചെയ്തോ അത് എങ്ങനായാലും ഏത് വിധത്തിൽ ആ ഉത്തരവാദിത്വ ബോധമായിട്ട് ഒരു ദിവസം പോലും ഭക്ഷണം മുടങ്ങാതെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതും കൂടാണ് നമുക്കറിയേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പുണ്ട്, വിദ്യാഭ്യാസ പുതിയ മന്ത്രിമാരുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഈ ഉച്ചഭക്ഷണത്തിന് ഈ 6 രൂപ 40 പൈസ അല്ലെങ്കിൽ 70 പൈസ കൊടുക്കുന്നതിന് പരം അതൊക്കെ കുറച്ചും കൂടെ ഇപ്പൊ ഗ്യാസിനൊക്കെ വില കൂടിയോണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പം ആ ഗ്യാസ് 1000 കടന്നതും 500 കടന്നിടത്തുമാണ് ഇപ്പോൾ 3000-നകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധ, വെറുതെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഈ ടീച്ചേഴ്സിന്റെ മേളിൽ കെട്ടിവെക്കാതെ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരം തുകകൾ കൊടുക്കുകയും ആ കുട്ടികൾക്ക് അന്നം മുടങ്ങാത്ത പദ്ധതികൾ ചെയ്യുകയും വേണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും വളരെ അനുഭവ പരിചയ സമ്പത്തുള്ള ഈ കുട്ടികൾക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ സ്കൂളിൽ ഈ ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത ശ്രീ മണിയൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. മലയാളി വാർത്ത, രാംഭദ്രൻ.